ഇവിടെ ഒരു പോലീസ് നിയമം നടപ്പിലാക്കാനും നമ്മൾ ഒരു തടസ്സവുമില്ല, ഒരു കുഴപ്പമില്ല. ആദ്യം പറഞ്ഞത് ഇവിടെ സണ്ടയില്ലാത്ത ബാലരാമപുരം അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ ഗോപൻ സ്വാമിയുടെ സമാധി തുറന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന. ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി സബ് കളക്ടർ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ സമാധി തുറക്കാൻ സമ്മതിക്കില്ല എന്ന് കാണിച്ച് കുടുംബം രംഗത്തു വന്നു. സ്ഥലത്ത് നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബം മുഴുവൻ. ഭർത്താവ് സമാധിയായതാണെന്നും തുറക്കാൻ അനുവദിക്കില്ലെന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ. ബന്ധുക്കളാരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ല, നടക്കുമായിരുന്നുവെന്നും സുലോചന പറഞ്ഞു. പിതാവിന്റെ സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൻ രാജസേനന് മുന്നറിയിപ്പ് നൽകി. സമാധി തുറന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം ഇന്നു തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറും. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തും. സമാധി സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. ഒരു പ്രശ്നമില്ല. വക്കീൽ എന്താണ് സാർ സംസാരിക്കുന്നത്? ആ വക്കീൽ ഹിന്ദു മുസ്ലിം എന്തോ പ്രശ്നമാണുള്ളത്? എന്താണ് പ്രശ്നമാണുള്ളത്? ഒരു പ്രശ്നമില്ല. അയാളെ നീ ഇവിടെ കയറ്റരുത്. അയാളെ കയറ്റരുത്. നിങ്ങൾ ജോലി ചെയ്യണമെന്നൊരു പ്രശ്നമില്ല. സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാരാണ് ആവശ്യപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസ് അന്വേഷണം തുടരുകയാണ്. വീട്ടുകാരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുകയും ചെയ്തു. സംഭവസ്ഥലത്ത് നാടകീയ രംഗങ്ങളാണിപ്പോൾ അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.